ഹായ് കൂട്ടുകാരെ, ഞാനിന്നിവിടെ ഒരു ചൂര മീൻകറിയാണ് വെക്കാൻ പോകുന്നത്. തേങ്ങ അരച്ചിട്ടുള്ള ചൂര മീൻകറിയാണ് വെക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ഒരു പാൻ എടുത്ത് ഗ്യാസിൽ വെച്ച് കത്തിച്ച് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ചെറിയ ഉള്ളി ആവശ്യത്തിന് ഇട്ടതിന് ശേഷം കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. എനിക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 3.5 സ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരുപാട് മുളക് എനിക്ക് പറ്റാത്തത് കൊണ്ട് ഒരു 3.5 സ്പൂൺ മുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി മുളകായാൽ പറ്റത്തില്ല, മക്കൾക്കൊന്നും എരി അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ആവശ്യത്തിനുള്ള മുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ചേർക്കുന്നത്. മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇത് വറുത്ത് കൊടുക്കണം. ഒത്തിരി വലിയ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ നമുക്ക് ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവേ. ഞങ്ങളുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ വീഡിയോസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഈ മല്ലിയും മുളകും നമ്മൾ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടേ വറുത്ത് കൊടുക്കാവൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവേ. കരിഞ്ഞു പോയാൽ പിന്നെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. പിന്നെ നമുക്കത് കറി നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാതായി പോവേ. എന്നതിന് ശേഷം നമുക്കതിന് കുറച്ച് ആവശ്യത്തിനനുസരിച്ചുള്ള പുളിപ്പ്, ഞാൻ പുളി കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. കാരണം പുളി എനിക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് പുളിപ്പ് ആവശ്യത്തിന് നമ്മൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അടിക്കുന്നുണ്ട്. ഈ മൂന്നും കൂടെ ഇട്ട് നമ്മൾ അടിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് അടിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉള്ളിയും കൂടെ ചേർത്ത് ഒന്ന് നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉലുവ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഒത്തിരി അരഞ്ഞു പോകരുതേ, കാരണം അരഞ്ഞു പോയാൽ കഴിക്കും. എന്നിട്ട് ആ അരപ്പ് നമ്മൾ മീനിലേക്ക് ഇനി മാറ്റേണ്ടതുണ്ട്. ഇവിടെ കട്ട് ചെയ്ത് ചൂര വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളിക്ക് മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തക്കാളിക്ക് ഉള്ളതുകൊണ്ട് തക്കാളിക്ക് ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ മക്കൾക്ക് തക്കാളിക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത്രയും തക്കാളിക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളിക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അരപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ, ഒത്തിരി വെള്ളം ചേർത്താൽ കൊള്ളത്തില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അത് കലക്കിയതിന് ശേഷം നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതാ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നല്ല ചൂട് ആവി പറക്കുന്നുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്. ഇപ്പോൾ പറ്റി നല്ല മണമൊക്കെ ആയി, നല്ല ടേസ്റ്റുണ്ട്. ഇപ്പോൾ നല്ല മണമുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ ചൂര മീൻകറിയും കൂട്ടിയാണ് ഇന്നത്തെ ആഹാരം കഴിക്കുന്നത്. ചോറും ചൂര മീൻകറിയും അച്ചാറും ഒക്കെ ആയിട്ടാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിന് നമുക്ക് ബൈ ബൈ.